ഇനി എന്താണ് ഹാർഡ് എൻക്വയറി? ഹാർഡ് എൻക്വയറിയാണ് ആക്ച്വലി നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഹാർഡ് എൻക്വയറി നമ്മുടെ റിപ്പോർട്ടിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഹാർഡ് എൻക്വയറിക്ക് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഹോം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, പേഴ്സണൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, കാർ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബൈ നോ പേ ലേറ്റർ സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കാർഡ് അല്ലെങ്കിൽ ലോൺ ഓഫർ ചെയ്യുന്ന ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ബ്യൂറോയിൽ നിന്നും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ലോൺ പ്രൊഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് അപ്പോൾ അത് നിങ്ങൾക്ക് അപ്രൂവ് ആകണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ അതിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആ ഒരു ലെൻഡർ നിങ്ങളുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നത് ഹാർഡ് എൻക്വയറിയാണ്. സോ ഹാർഡ് എൻക്വയറി ആണെങ്കിൽ ആ ഹാർഡ് എൻക്വയറി നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരും. നമ്മുടെ എൻക്വയറീസ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ സെക്ഷൻ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അവിടെ അത് മാർക്ക് ചെയ്യപ്പെടും. സോ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഈ ഒരു ക്രെഡിറ്റ് എൻക്വയറീസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒരു 5 മുതൽ ഒരു 30 പോയിന്റ് വരെയൊക്കെ കുറയും. ഡിപ്പെൻസ് നമ്മൾ എത്ര ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോൺ പ്രൊഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും.